ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സബ് ആംപ്ലിഫയർ ബോർഡാണ്. നമ്മൾ ഇൻബിൽറ്റ് ആംപ്ലിഫയർ ആയിട്ട് വരുന്ന ബോർഡാണ്. അപ്പോൾ നമുക്കൊരാൾ കൊറിയർ അയച്ചു തന്നാണ് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും നമുക്കൊന്ന് അയച്ച് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനെന്താണ് പ്രശ്നം എന്നുള്ളത്. ഇതാണ് നമ്മുടെ ബോർഡ്. എന്തായാലും നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. സപ്ലൈയുടെ വയറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സപ്ലൈ ഒന്ന് ഓൺ ആക്കി നോക്കാം. പവർ കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. ഇതിൽ പവർ കാണിക്കുന്നില്ല. സ്വിച്ചിങ് എ സിയിലേക്ക് സപ്ലൈ നിലവിൽ വരുന്നില്ല, നിലവിൽ ഓൺ ആവുന്നില്ല. അപ്പോൾ ഇവിടെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ പവർ സപ്ലൈ ബോർഡ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ജമ്പർ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ അതിൻ്റെ അടുത്ത് തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം ജമ്പറെല്ലാം മാറ്റി സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ മാറ്റി ബാക്കിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ജമ്പർ കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഓണാക്കി നോക്കാം. തുരുമ്പ് പിടിച്ച് പോയ ജമ്പർ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. സ്വിച്ചിങ് ട്രാൻസിസ്റ്ററെല്ലാം മാറ്റിയിട്ടു. അപ്പോൾ എന്നാലും നമുക്കത് കയറ്റി വെച്ചിട്ടൊന്ന് ഓണാക്കി നോക്കാം. ബോർഡിന് ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പീക്കർ കൊടുത്ത് നമുക്ക് ഇൻപുട്ടൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പവർ ഓൺ ആക്കിയിട്ട് വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. ആരെയും കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഓഫ് ആയിട്ടുണ്ട്.
ഹബ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.